സന്ധ്യ ആയി കഴിഞ്ഞാൽ എന്നും ഈ കിളികൾ ഇങ്ങനെ ചിലക്കാറുണ്ടേ. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചു കേട്ടോ. അതിനുശേഷം ഒരു 4 മണി 4:30 ആയിട്ടുണ്ടേ. അപ്പം ഞാൻ മുറ്റമൊക്കെ ഒന്ന് 4 ഭാഗം അടിച്ചിട്ടു. കുറച്ച് തുണികളൊക്കെ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ ആ സൈഡിലായിട്ട്, അതെല്ലാം എടുക്കാൻ വേണ്ടി പോവാണേ. പുല്ലിൻ്റെ പുറത്തിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് കുടഞ്ഞെടുക്കണം. ഉറുമ്പുകളും പുൽത്തരികളൊക്കെ ചിലപ്പോൾ കാണൂ കേട്ടോ. ചെറിയ ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ കൊണ്ട് ഇടാറുള്ളേ. ഇവിടെ കൊണ്ട് തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. കാരണം നല്ല കാറ്റാണ് ഡാമിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. കുറേ പേര് ചോദിച്ചു എന്നോട് ഇത് ഏതാ ഡാമെന്ന്. ഇത് അഞ്ചുരുളിയാണ് കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ അയയുടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നേ, അതും അങ്ങോട്ട് എടുത്തു. ഇന്ന് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല. ഇനി നാളെ ഇതേപോലെ തന്നെ വെയിലത്തിടണം, വെയിലുണ്ടെങ്കിൽ. തുണി എടുത്ത് വന്നപ്പോൾ തന്നെ ഒരു അമ്മ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ 3 പേര് ചായയൊക്കെ ഒന്നിച്ചിരുന്ന് കുടിച്ചു. എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവോ. സന്ധ്യയായപ്പോൾ കൈയും കാലൊക്കെ കഴുകിയതാ, വിളക്കൊക്കെ കത്തിച്ചു. കുറച്ച് നേരം ഇരുന്ന് നാമമൊക്കെ ജപിച്ചു കേട്ടോ. ഇപ്പം മണ്ഡലകാലം ആയതുകൊണ്ട് എപ്പോഴും അയ്യപ്പൻ്റെ പാട്ട് വെക്കും.